നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാവ പ്രോഗ്രാമിങ്ങിൽ ഫയൽ ഹാൻഡിലിംഗ് ആണ്. സോ നമുക്കൊരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സോ അതിലോട്ട് ആ ഫയലിലോട്ട് നമുക്ക് കണ്ടൻറ്റ് എങ്ങനെ റൈറ്റ് ചെയ്യാം, ആ ഫയലിലെ കണ്ടൻറ്റ് നമുക്കെങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ ഒരു ഫയൽ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നിവയെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതിന് വേണ്ട ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഫയൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് java.io.file ഈ ഒരു പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഈ പാക്കേജിൽ ഫയൽ ക്ലാസ്സിലാണ് നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് എല്ലാം ഉള്ളത്. സോ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് നമുക്കൊരു ഫയൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ ഫയൽ ക്ലാസ്സിലാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫയൽ എഫ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ ഫയൽ, ശേഷം നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നു. ഞാനിവിടെ സാമ്പിൾ ഡോട്ട് നമ്മളൊരു ടെക്സ്റ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, txt എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ പ്രത്യേകം പാത്ത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജാവ ഫയൽ ഏത് ഫോൾഡറിലാണോ ആ ഒരു ഫോൾഡറിലായിരിക്കും നമ്മുടെ ഫയൽ ക്രിയേറ്റ് ആവുക. നമുക്ക് പ്രത്യേക ഒരു ഫോൾഡറിൽ വേണമെങ്കിൽ ആ പാത്ത് മുഴുവനും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ ഇതിന് ശേഷം നമുക്ക് അങ്ങനെ അത് ചെയ്തു നോക്കാം. സോ നമ്മൾ ആദ്യം ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഫയൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മളൊരു ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ എന്തെങ്കിലും ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി സോ നമ്മളിവിടെ ട്രൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്യാച്ച് നമ്മുടെ ഒബ്ജക്റ്റ് എക്സെപ്ഷൻ ഒബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നു. എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കർലി ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ട്രൈ എന്ന് പറയുന്നതിനുള്ളിൽ നമ്മൾ ഒരു ബൂളിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് f.create ന്യൂ ഫയൽ എന്ന് പറയുന്ന മെത്തേഡ്, ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ മെത്തേഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയൽ ഇതിലോട്ട് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ബൂളിയൻ വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ സ്റ്റാറ്റസിൻ്റെ വാല്യൂ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കാം. സോ അതിനുശേഷം നമ്മൾ ഇതിനുള്ളിൽ ഒരു if സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. if സ്റ്റാറ്റസ്, അതായത് നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നു. out നമ്മൾ ദ ന്യൂ ഫയൽ ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിക്കുന്നു. അല്ലെങ്കിൽ എൽസ്, സോ നമ്മുടെ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ വരുന്നത് അതേ പേരിലുള്ള ഒരു ഫയൽ നമ്മുടെ ആ ഫോൾഡറിൽ ഉണ്ടായിരിക്കുമ്പോഴാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നു, ദ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ്. സോ ഇപ്പോൾ നമ്മുടെ ഫയൽ അതേ ഒരു ഫയൽ നെയിമിലുള്ള ഫയൽ നമ്മുടെ ഫോൾഡറിൽ ഇല്ലെങ്കിൽ ആ ഫയൽ ക്രിയേറ്റ് ആവുന്നു. അല്ലെങ്കിൽ നമുക്കിതുപോലെയുള്ള ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് വരുന്നു. ഇനി നമ്മുടെ എക്സെപ്ഷൻ ക്യാച്ച് എന്ന് പറയുന്ന ബ്ലോക്കിനുള്ളിൽ നമ്മുടെ എക്സെപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. സോ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഫയൽ ക്രിയേറ്റ് ആവാതെ വന്നാൽ നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു, ആൻഡ് എറർ ഒക്കേഡ്. സോ ഈ തരത്തിലൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്കിനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ sample.txt എന്ന് പറയുന്ന പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ആദ്യമായി ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ sample.txt എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ടെർമിനലിൽ ദ ന്യൂ ഫയൽ ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നു. ഇനി നമുക്കൊരു പ്രത്യേക ഫോൾഡറിലാണ് ഇത് വേണ്ടതെങ്കിൽ നമുക്കതിൻ്റെ പാത്ത് മുഴുവനായും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ ഉദാഹരണമായി ഞാനിവിടെ EF ഡ്രൈവിൽ ഡൗൺലോഡ്സിൽ ഫയൽ എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ കൊടുക്കേണ്ടത് EF:/downloads, ആ പാത്ത് അതുപോലെ തന്നെ കൊടുക്കുക, /file/file name sample.txt. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോൾഡർ എംപ്റ്റി ആണ്. നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്ന ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി. അതുപോലെ നമുക്കത് ന്യൂ ഫയൽ ക്രിയേറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് ഇവിടെ ലഭിച്ചു. സോ ഇനി നമ്മൾ ഇതൊന്നുകൂടി റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫയൽ ഓൾറെഡി നമ്മുടെ ഫോൾഡറിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ മെസ്സേജാണ് നമുക്ക് ലഭിക്കേണ്ടത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ആയില്ല, അതിന് പകരമായി നമുക്ക് ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് വന്നു. അതിനായിരുന്നു നമ്മളിവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിരുന്നത്. ഇനി മറ്റേതെങ്കിലും ഒരു എറർ കൊണ്ട് നമുക്ക് നമ്മുടെ ഫയൽ ക്രിയേറ്റ് ആവാതെ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഞാനിവിടെ ഈ ഫയൽ നെയിം ഒന്നും കൊടുക്കുന്നില്ല, ഇവിടെ ബ്ലാങ്ക് ആയി ഇടുന്നു. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ആവുന്നില്ല, അതിന് പകരമായി നമുക്കിവിടെ ഈ എറർ ഒക്കേഡ് എന്ന് പറയുന്ന നമ്മുടെ എക്സെപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഫയൽ ജാവ പ്രോഗ്രാം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു ഫയലിലോട്ട് നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെ റൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി നമ്മൾ കയ്യിലൂടെ സാമ്പിൾ എന്ന് പറയുന്ന ഈ ഫയൽ ലഭ്യമാണ്. ഈ ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനുള്ളിൽ ബ്ലാങ്ക് ആണ് നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്.
സോ നമുക്ക് ഇതിലോട്ട് കുറച്ച് ടെക്സ്റ്റ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായി നമുക്ക് പാക്കേജിൽ ജാവ IO പാക്കേജിലെ ഫയൽ റൈറ്റർ എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഇമ്പോർട്ട് java.io.file writer. സോ ഈ ക്ലാസ്സിലാണ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ട ആ മെത്തേഡ്സ് എല്ലാം ഉള്ളത്. സോ നമ്മൾ ആദ്യമായി റൈറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് നമ്മളൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഞാനിവിടെ സ്ട്രിംഗ് മെസ്സേജ് എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് ഞാൻ ലേൺ ജാവ പ്രോഗ്രാമിംഗ് എന്ന് കൊടുക്കുന്നു. സോ ഈ ഒരു മെസ്സേജാണ് നമ്മൾ ഈ സാമ്പിൾ എന്ന് പറയുന്ന ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതും ചെയ്യുന്നത് ഒരു ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലാണ്. സോ നമുക്ക് വല്ല എററും വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ക്യാച്ച് എക്സെപ്ഷൻ ഒബ്ജക്റ്റ്. ആദ്യമായി നമ്മൾ ട്രൈ ബ്ലോക്കിനുള്ളിൽ നമ്മളൊരു ഫയൽ റൈറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫയൽ റൈറ്റർ ക്ലാസ് സബ്ജക്റ്റിനായി നമ്മൾ FW എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു ന്യൂ ഫയൽ റൈറ്റർ. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഈ ഫയൽ നെയിം കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ f/downloads/file sample.txt ഈ ഫയലിലേക്കാണ് നമ്മൾ നമ്മുടെ കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത്. ശേഷം നമ്മൾ നമ്മുടെ FW എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നു. റൈറ്റ് അതിനുള്ളിൽ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട കണ്ടന്റ് ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിലെ ലേൺ ജാവ പ്രോഗ്രാമിംഗ് എന്നാണ്. സോ ഞാനിവിടെ ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നതിന് SOUT മെസ്സേജ് റിട്ടേൺ ടു ഫയൽ എന്നുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മൾ നമ്മുടെ ഫയലിലോട്ട് നമ്മുടെ ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റൈറ്റർ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് നെയിം .close എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ റൈറ്റർ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ നമ്മുടെ ഈ sample.txt എന്ന് പറയുന്ന ഫയലിലോട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വല്ല എററും വരികയാണെങ്കിൽ നമ്മളത് ഈ എക്സെപ്ഷനിൽ അതിൻ്റെ മെസ്സേജ് കൊടുക്കുന്നു. SOUT an error occurred. സോ നമുക്കിനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ആദ്യമായി നമുക്ക് സാമ്പിൾ എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾ കാണാം നമുക്ക് ഇപ്പോൾ ഈ ഫയലിൽ ബ്ലാങ്ക് ആണ്. സോ ഞാനിനി ഇത് റൺ ചെയ്യുന്നു. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നു. മെസ്സേജ് റിട്ടേൺ ടു ഫയൽ. സോ നമുക്ക് ഇനി സാമ്പിൾ എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ലേൺ ജാവ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന നമ്മൾ ഇവിടെ ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത ആ ടെക്സ്റ്റ് നമ്മുടെ ഫയലിലോട്ട് റൈറ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് ഫയൽ റൈറ്റർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഫയലിലോട്ട് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മളൊരു ഫയലിനുള്ളിലെ കണ്ടൻറ്റ് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി നമുക്കിവിടെ സാമ്പിൾ എന്ന് പറയുന്ന ഈ ഫയലുണ്ട്. സോ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ ജാവ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് കാണാൻ കഴിയും. സോ ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് ജാവ പ്രോഗ്രാമിങ്ങിൽ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കതിന് വേണ്ടി നമുക്കൊരു ജാവ IO പാക്കേജിലെ ഫയൽ റീഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് java.io.file reader ഇതിലാണ് നമുക്ക് ഫയൽ റീഡ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് എല്ലാം ഉള്ളത്. ശേഷം നമ്മൾ ആദ്യമായി ഒരു ക്യാരക്ടർ അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മളതിൻ്റെ പേര് ഡാറ്റ എന്ന് കൊടുക്കുന്നു. അറേ എലമെൻറ്റ്സ് നമ്മളൊരു 50 കൊടുക്കുന്നു. സോ നമ്മൾ ഇത് എത്രയാണോ കൊടുക്കുന്നത് അത്രയും ക്യാരക്ടർ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഓരോ ക്യാരക്ടറും ആണ് ഇത് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് 50 ആണെങ്കിൽ നമുക്ക് 50 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 50 ക്യാരക്ടേഴ്സ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ആദ്യമായി ഒരു ഡാറ്റ എന്ന് പറയുന്ന ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിന് ശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. എക്സെപ്ഷൻ ഒബ്ജക്റ്റ്. ശേഷം നമ്മൾ ട്രൈ ബ്ലോക്കിനുള്ളിൽ ഒരു ഫയൽ റീഡർ ക്ലാസ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫയൽ റീഡർ നമ്മൾ FR എന്ന് കൊടുക്കുന്നു. ന്യൂ ഫയൽ റീഡർ. ശേഷം നമ്മൾ ഏത് ഫയലാണോ റീഡ് ചെയ്തത് അതിൻ്റെ പേര് കൊടുക്കുന്നു. സോ നമ്മളിവിടെ F ഡ്രൈവിൽ ഡൗൺലോഡ്സിൽ ഫയലിൽ സാമ്പിൾ എന്ന് പറയുന്ന ഫയലാണ്. സോ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫയൽ തന്നെയാണ്. നമ്മൾ f/downloads/file/sample.txt. ശേഷം നമ്മൾ റീഡ് മെത്തേഡ് ഉപയോഗിച്ച് fr.read ആ ഫയലിനുള്ളിലെ എല്ലാ ക്യാരക്ടറും നമ്മൾ ഈ ഡാറ്റ എന്ന് പറയുന്ന ഈ അറേ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് പ്രിൻ്റ് ചെയ്യുന്നു. SOUT ഡാറ്റ. സോ ഇപ്പോൾ നമ്മൾ ഫയൽ റീഡ് ചെയ്തു. അതിനുള്ളിലെ ഡാറ്റ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമുക്ക് നമ്മുടെ റീഡർ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ fr.close എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് റീഡർ ക്ലോസ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ എറർ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതിന് നമ്മളൊരു SOUT ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുന്നു. an error occurred.
അത് നമ്മൾ കൊടുക്കുന്നത് ഈ ക്യാച്ച് ബ്ലോക്കിലാണ്. സോ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫയലിലുള്ളത് ലേൺ ജാവ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള ആ ടെക്സ്റ്റ് ലേൺ ജാവ പ്രോഗ്രാമിംഗ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 2 ലൈന് കൂടി കൂട്ടി കൊടുക്കുന്നു. ലേൺ C++ പ്രോഗ്രാമിംഗ്, ലേൺ പൈത്തോൺ പ്രോഗ്രാമിംഗ്. ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. ഇനി ഒന്നും കൂടി ഞാൻ റൺ ചെയ്യുന്നു. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ ജാവ പ്രോഗ്രാമിംഗ്, അതുപോലെ ലേൺ C++ പ്രോഗ്രാമിംഗ്. അതിനുശേഷം നമുക്ക് LEA എന്ന് മാത്രമാണ് വന്നത്. അതിന് കാരണം നമ്മളിവിടെ 50 ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡാറ്റ എന്ന് പറയുന്ന അറേ വേരിയബിളിലോട്ട് നമ്മൾ 50 എലമെൻറ്റ്സ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. സോ ഞാനത് 100 ആക്കുന്നു. 100 ആക്കി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എഴുതിയ മുഴുവൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇവിടെ എത്രയാണോ നമ്മൾ കൊടുക്കുന്ന അത്രയും ക്യാരക്ടർ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിനുള്ളിലെ ആദ്യത്തെ 5 ക്യാരക്ടർ മാത്രമേ എനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് 5 എന്ന് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ എന്ന് പറയുന്ന ആദ്യത്തെ 5 ക്യാരക്ടർ മാത്രമേ വരികയുള്ളൂ. സോ നമ്മളിവിടെ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ക്യാരക്ടേഴ്സും റീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഫയലിനുള്ളിലെ കണ്ടൻറ്റ്സ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി ഈ ജാവ IO പാക്കേജിലെ ഫയൽ എന്ന് പറയുന്ന ക്ലാസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇമ്പോർട്ട് java.io ഫയൽ. ശേഷം നമുക്ക് ആദ്യമായി ഒരു ഫയൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഫയൽ f = ന്യൂ ഫയൽ. സോ എവിടെയാണ് നമ്മുടെ ഫയൽ ഉള്ളത് ആ പാത്ത് നമ്മൾ കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക. സോ ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഫയൽ നെയിം ആണ്. സോ ഞാനിവിടെ f ഡൗൺലോഡ്സിൽ ഫയലിൽ sample.txt എന്ന് പറയുന്ന ഈ ഫയലാണ് കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഈ ഫയൽ കോപ്പി ചെയ്ത് ഒരു 2 ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നിൻ്റെ പേര് ഞാൻ sample2 എന്ന് കൊടുക്കുന്നു, അതുപോലെ ഇതിൻ്റെത് sample3 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ sample2, sample3, sample 3 ഫയലാണുള്ളത്. സോ നമ്മൾ ആദ്യം ഒരു ഫയൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ആദ്യമായി ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ sample.txt എന്ന് പറയുന്ന ഈ ഫയലാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, f.delete. സോ നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. സോ സൈഡിൽ നമുക്ക് ഈ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആക്കി വെക്കാം. സോ നമ്മൾ ഡിലീറ്റ് ആവുന്നത് കാണാൻ കഴിയും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ആദ്യമായി നമുക്ക് ഈ sample.txt എന്ന് പറയുന്ന ഈ ഫയൽ ഡിലീറ്റ് ആവേണ്ടതുണ്ട്. സോ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ സാമ്പിൾ എന്ന് പറയുന്ന ഫയൽ ഡിലീറ്റ് ആയി പോയി. സോ നമുക്കിനി sample2 ഡിലീറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ജസ്റ്റ് ഫയൽ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, sample2.txt. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. sample2 ഡിലീറ്റ് ആയി. അതുപോലെ ഞാൻ അടുത്തതായി sample3 ഡിലീറ്റ് ചെയ്യുന്നു. സോ റൺ ചെയ്യാം. സോ sample3 ഡിലീറ്റ് ആയി, നമ്മുടെ ഫോൾഡർ empty ആയി. സോ ഇത്തരത്തിൽ നമുക്ക് ഡിലീറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.